ഹായ് എല്ലാവർക്കും ടെക് ഏഞ്ചൽ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് സീരീസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നയൻത് സ്റ്റാൻഡേർഡ് ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 5, സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 5 ആണ് എടുക്കുന്നത്. ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ. ചാപ്റ്റർ 4 നേരത്തെ എടുത്തിട്ടുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 5 ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ. ഇവിടെ ഗ്ലോബിന്റെ ഒരു പിക്ചർ, ഇന്ത്യയിലെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പത്രത്തിൽ വരുന്ന വാർത്തകളൊക്കെ കൊടുത്തേക്കുന്നത്, ജനസംഖ്യയെ പറ്റി കുറെ വാർത്താക്കുറിപ്പുകൾ ഇറങ്ങിയിരിക്കുന്നത് കൊടുത്തേക്കുന്നത്. ഇന്ത്യയിലെ കുതിച്ചു വരുന്ന ജനസംഖ്യ, വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും അഭിമുഖീകരിക്കുന്നു. ഇന്ത്യയിലെ ജനസംഖ്യ തൊഴിൽ പ്രതിസന്ധി ദശലക്ഷക്കണക്കിന് ആളുകളെ വലിയ നഗരങ്ങളിലേക്ക് നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ അമിത ജനസംഖ്യയും ഭക്ഷ്യോൽപാദന ശേഷിയും നേർക്കുന്നവർ. ജനസംഖ്യാ വർധനവ് ആരോഗ്യ മേഖലയിലും ജീവിത ഗുണനിലവാരത്തിലും ദൂരവ്യാപകമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ജനസംഖ്യാ വർധന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ഇവിടെ പറഞ്ഞേക്കുന്നത്, പത്രത്തിൽ പത്രക്കുറിപ്പ് കൊടുത്തേക്കുന്നത്. ഇന്ത്യയുടെ ജനസംഖ്യാ വളർച്ചയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? ദാരിദ്ര്യം ഉണ്ടാകുന്നു, തൊഴിലില്ലായ്മ ഉണ്ടാകുന്നു, പട്ടിണി ഉണ്ടാകുന്നു. ഇവിടെ താഴെ പഠിക്കാനുള്ളത്, ജനസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയെ ബാധിക്കുന്നുണ്ട്. ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയെ വർദ്ധിക്കുന്നുണ്ട്. ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ജനസംഖ്യ കൂടും. ജനസംഖ്യ കൂടുമ്പോൾ തൊഴിലില്ലായ്മ ഉണ്ടാകുന്നു, ദാരിദ്ര്യം ഉണ്ടാകുന്നു, പട്ടിണി ഉണ്ടാകുന്നു. പിന്നെ കൂടുതൽ ആളുകളും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു, ജോലി സംബന്ധമായും ഒക്കെ തേടി വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നു. താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പഠിക്കാനുള്ളത്, ഇവിടെ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് UNFPA എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 2023 യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് UNFPA റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ 804.5 കോടിയും ഇന്ത്യയിലെ ജനസംഖ്യ 142.86 കോടിയുമാണ്. ഇത് ലേറ്റസ്റ്റ് കണക്കാണ്, ഇത് പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. 2023 യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്, അതായത് UNFPA റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ 804.5 കോടിയും ഇന്ത്യയിലെ ജനസംഖ്യ 142.86 കോടിയുമാണ്. ഇപ്പം UNFPA പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് ഒരു കോളത്തില് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഒരു അന്താരാഷ്ട്ര ഏജൻസിയാണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര ഏജൻസിയാണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് അഥവാ UNFPA. എല്ലാ വ്യക്തികൾക്കും മികച്ച രീതിയിലുള്ള പ്രത്യുൽപാദന ആരോഗ്യ സംവിധാനങ്ങൾ, സ്വമേധയാലുള്ള കുടുംബാസൂത്രണം, മാതൃ ആരോഗ്യ പരിപാലനം, വയോജന പരിപാലനം, സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കുകയും അതുവഴി ജനസംഖ്യയുടെ വികസനം സാധ്യമാകുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശ്യം. UNFPയുടെ പ്രധാന ഉദ്ദേശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച രീതിയിലുള്ള എല്ലാ വ്യക്തികൾക്കും മികച്ച രീതിയിലുള്ള പ്രത്യുൽപാദന ആരോഗ്യ സംവിധാനങ്ങൾ, സ്വമേധയാലുള്ള കുടുംബാസൂത്രണം, മാതൃ ആരോഗ്യ പരിപാലനം, വയോജന പരിപാലനം, സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കുകയും അതുവഴി ജനസംഖ്യയുടെ വികസനം സാധ്യമാകുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത്. UNFPയുടെ റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ, ഇന്ത്യയിലെ ജനസംഖ്യ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കണം. താഴെ വന്നു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ പ്രദേശത്തിന്റെ സാമൂഹിക വികസന സൂചിക നിർണ്ണയിക്കുന്നത് അവിടുത്തെ ജനസംഖ്യാ വിവരങ്ങൾ, അതായത് ജനനനിരക്ക്, മരണനിരക്ക്, ശിശുമരണ നിരക്ക്, പ്രായഘടന മുതലായവ കണക്കിലെടുത്താണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ അഥവാ അല്ലെങ്കിൽ പ്രദേശത്തിന്റെ സാമൂഹിക വികസന സൂചിക നിർണ്ണയിക്കുന്നത് അവിടുത്തെ ജനസംഖ്യാ വിവരങ്ങൾ കണക്കിലെടുത്താണ്. അതിനായി ജനസംഖ്യയുടെ വ്യത്യസ്ത പ്രവണതകളെയും ജനസംഖ്യാ ഘടനയെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജനന മരണ നിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങി ജനസംഖ്യാ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനസംഖ്യാ ശാസ്ത്രം അഥവാ ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ ജനസംഖ്യാ ശാസ്ത്രം അഥവാ ഡെമോഗ്രാഫി എന്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനന മരണ നിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങി ജനസംഖ്യാ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനസംഖ്യാ ശാസ്ത്രം അഥവാ ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കണം, ജനസംഖ്യാ ശാസ്ത്രം ഡെമോഗ്രാഫി എന്തുവാണെന്ന്. താഴെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തിന്റെ വൈവിധ്യമാർന്ന മാനുഷിക വിഭവങ്ങളെ അതിന്റെ ഘടനാപരമായ മാറ്റങ്ങളെയും ജനസംഖ്യാ ശാസ്ത്രം വിശകലനം ചെയ്യുന്നു. ഈ മാനുഷിക വിഭവങ്ങൾ ഒരു സമൂഹത്തിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്താമെന്നുള്ള വിശദമായ പഠന രീതിയാണ് ജനസംഖ്യാ ശാസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു പ്രദേശത്തിന്റെ വൈവിധ്യമാർന്ന മാനുഷിക വിഭവങ്ങളെയും അതിന്റെ ഘടനാപരമായ മാറ്റങ്ങളെയും ജനസംഖ്യാ ശാസ്ത്രം വിശകലനം ചെയ്യുന്നുണ്ട്. ഈ മാനുഷിക വിഭവങ്ങൾ ഒരു സമൂഹത്തിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്താനുള്ള വിശദമായ പഠന രീതിയാണ് ജനസംഖ്യാ ശാസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനസംഖ്യാ ശാസ്ത്രം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടയായ ജനസംഖ്യാ പഠനമാണ് ജനസംഖ്യാ ശാസ്ത്രം അഥവാ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഈ ഡെമോഗ്രഫി അഥവാ ജനസംഖ്യാ ശാസ്ത്രം എന്ന പദം ഉണ്ടായിരിക്കുന്നത് രണ്ട് വാക്കുകൾ ചേർന്നാണ്. ഗ്രീക്ക് പദങ്ങളായ ഡെമോസ് എന്ന് പറഞ്ഞ ജനങ്ങള്, ഗ്രഫെയിൻ എന്ന് പറഞ്ഞ വിശദീകരിക്കുക എന്നിവ ചേർന്നാണ് ഈ ഡെമോഗ്രഫി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ഇതൊന്ന് വായിച്ചു വെച്ചിരിക്കണം. ജനങ്ങളെക്കുറിച്ചുള്ള വിവരണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രവണതകളെയും പ്രക്രിയകളെ കുറിച്ച് ഇത് പഠിക്കുന്നു.
ജനസംഖ്യയുടെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്നത്. ജനസംഖ്യയുടെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ജനനം, മരണം, കുടിയേറ്റം തുടങ്ങിയവ. അതായത് ജനസംഖ്യയുടെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ജനനം, മരണം, കുടിയേറ്റം തുടങ്ങിയവ. ഒരു പ്രദേശത്തെ ജനസംഖ്യാ വലിപ്പത്തിന് അഥവാ സൈസ് ഓഫ് പോപ്പുലേഷന് മാറ്റം ഉണ്ടാകുന്നത് ഇവയുടെ അളവിനനുസരിച്ചാണ്. ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ ഘടനയെയും ക്രമീകരണത്തെയും മനസ്സിലാക്കുന്നത് അവിടെയുള്ളവരുടെ പ്രായഘടന, സ്ത്രീ പുരുഷാനുപാതം, ആശ്രിതാനുപാതം തുടങ്ങിയവ കണക്കിലെടുത്താണ്. അതായത് ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ ഘടനയും ക്രമീകരണത്തെയും മനസ്സിലാക്കുന്നത് അവിടെയുള്ളവരുടെ പ്രായഘടനയും സ്ത്രീ പുരുഷാനുപാതവും ആശ്രിതാനുപാതവും തുടങ്ങിയവ കണക്കിലെടുത്താണ് ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ ഘടന മനസ്സിലാക്കുന്നത്, അതായത് ക്രമീകരണം മനസ്സിലാക്കുന്നത്. ഒരു പ്രദേശത്തെ ജനസംഖ്യാ വലിപ്പത്തിന് മാറ്റം ഉണ്ടാകുന്നത് ഏതൊക്കെ അളവനുസരിച്ചാണ്? അവിടെ പ്രദേശത്ത് താമസിക്കുന്നവരുടെ ജനനം, മരണം, കുടിയേറ്റം മുതലായ മനസ്സിലാക്കിയിട്ടാണ് ഒരു പ്രദേശത്തെ ജനസംഖ്യാ വലിപ്പത്തിന് മാറ്റം ഉണ്ടാകുന്നത്. ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ചിട്ടയായ ദത്തശേഖരണത്തിലൂന്നിയുള്ള സർവേ, സെൻസസ് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് എല്ലാ ജനസംഖ്യാ പഠനങ്ങളും നടത്തുന്നത്. ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ സങ്കല്പനങ്ങൾ മിക്കതും അനുപാതത്തിന്റെയും നിരക്കുകളുടെ രൂപത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായി ജനന നിരക്ക്, മരണനിരക്ക്, സ്ത്രീ പുരുഷാനുപാതം, ആശ്രിതാനുപാതം മുതലായവ എടുത്താണ്. ഇതൊക്കെ വായിച്ചാൽ മതി. PSCക്ക് ചോദിക്കേണ്ടതായിട്ടുള്ളത് ഞാൻ എടുത്തു പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പഠിക്കണം. ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ രണ്ട് ശാഖകളാണ് സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രവും ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രവും. ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ രണ്ട് ശാഖകളാണ് സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രവും ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രവും. സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രം അഥവാ സോഷ്യൽ ഡെമോഗ്രഫി എന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിന്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും അന്വേഷിക്കുന്നു. ഒരു പ്രദേശത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രീതികൾക്ക് പ്രാധാന്യം നൽകുന്നു. അതായത് സോഷ്യൽ ഡെമോഗ്രഫി അഥവാ സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിന്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും അന്വേഷിക്കുന്നു. ഒരു പ്രദേശത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രീതികൾക്ക് പ്രാധാന്യം നൽകുന്നു. ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിന്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും അന്വേഷിക്കുന്നതാണ് സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രം അഥവാ സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രം അഥവാ ഫോർമൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യാ മാറ്റത്തിന്റെ ഘടകങ്ങളെ അളക്കുകയും വിശകലനം നടത്തുകയും ചെയ്യുന്നു. ഔപചാരിക ജനസംഖ്യാ ശാസ്ത്ര പഠനത്തിന് ഉദാഹരണമാണ് ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ സെൻസസ് എന്ന് പറയുന്നത്. അതായത് ഔപചാരിക ജനസംഖ്യ ശാസ്ത്ര പഠനത്തിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ സെൻസസ് ആണ്. സെൻസസ് എന്തിനു ഉദാഹരണമാണ്? ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രത്തിന് ഉദാഹരണമാണ്. ഇത് രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, പ്രായഘടന, സ്ത്രീ പുരുഷാനുപാതം, സാമൂഹിക സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ ദത്തങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നു. ഈ ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രത്തില് ജനങ്ങളുടെ എണ്ണം, പ്രായഘടന, സ്ത്രീ പുരുഷാനുപാതം, സാമൂഹിക സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നു. അപ്പൊ ഈ ജനസംഖ്യാ ശാസ്ത്രത്തെ രണ്ട് ശാഖകളായി വിഭജിച്ചിട്ടുണ്ട്. സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രവും ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രവും എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആരാണ്? നേതൃത്വം നൽകുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ജനസംഖ്യാ പ്രവർത്തന നേതൃത്വം നൽകുന്നത്. ഇന്ത്യയിൽ ജനസംഖ്യാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ജനസംഖ്യാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇമ്പോർട്ടന്റ് ആണ്. PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഏത് രാജ്യത്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടേതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഇന്ത്യയുടേതാണ്. സാധാരണ ഇന്ത്യയിൽ എത്ര വർഷത്തിലൊരിക്കലാണ് സെൻസസ് നടക്കുന്നത്? 10 വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. ഇതെല്ലാം ക്വസ്റ്റ്യൻ, ഈ 3 ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളതാണ് PSCക്ക്. ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഇന്ത്യയുടേതാണ്. സാധാരണയായി 10 വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. താഴെ വന്നു കഴിഞ്ഞാൽ ഇനി പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ജനസംഖ്യ വളർച്ച ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. 2011 വരെയുള്ളതുകൊണ്ട് 1901 മുതൽ 2011 വരെയുള്ള ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. 2011 ആകെ ജനസംഖ്യ ദശലക്ഷത്തിൽ 1210 ഇന്ത്യയിലേത്. ഇവിടെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ജനസംഖ്യ വളർച്ചയുടെ ജനസംഖ്യ വളർച്ചയെ കുറിച്ചുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ വന്നു കഴിഞ്ഞാൽ ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ സാമൂഹിക പ്രാധാന്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. വൈവിധ്യമാർന്ന ജനസംഖ്യയെ കുറിച്ചാണ് ജനസംഖ്യാ ശാസ്ത്രം പഠനവിധേയമാക്കുന്നത്. ജനസംഖ്യയുടെ ചലനാത്മകതയെയും വികസനത്തെയും കുറിച്ച് പഠിക്കുന്നു. ജനസംഖ്യയുടെ വിശകലനം സാധ്യമാകുന്നത് അത് സാമൂഹിക സാഹചര്യങ്ങളുമായി ഇഴചേർന്ന് നിൽക്കുമ്പോഴാണ്. സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രം ജനസംഖ്യാ ഘടനയും മാറ്റവും സംബന്ധിച്ചുള്ള അന്വേഷണവും അതെങ്ങനെ സമൂഹശാസ്ത്രപരമായ ഘടകങ്ങളുമായി, അതായത് പ്രദേശം, മതം, ജാതി, ജെൻഡർ മുതലായവ ഇടപെടുന്നു എന്നതാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു പ്രദേശത്തെ ജനസംഖ്യാ ഘടകങ്ങൾ ആ പ്രദേശത്തെ വിവിധ സാമൂഹിക ഘടകങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രം വിശകലനം ചെയ്യുന്നു.
ഇവിടെ സാമൂഹിക ഘടകങ്ങളും ജനസംഖ്യാ ഘടകങ്ങളും കൊടുത്തിട്ടുണ്ട്. ജനസംഖ്യാ ശാസ്ത്രത്തിലെ സാമൂഹിക ഘടകങ്ങളിൽ പെടുന്നത് സംസ്കാരം, വഴക്കങ്ങൾ, മതം, സാമൂഹിക നിയന്ത്രണം, സാമ്പത്തിക, സമുദായം മുതലായവയാണ്. ജനസംഖ്യാ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യാ വലിപ്പം, പ്രായവും ലിംഗപദവിയും, ജനസംഖ്യാ മാറ്റം, ആഭ്യന്തര കുടിയേറ്റം, രാജ്യാന്തര കുടിയേറ്റം, രോഗാതുരത മുതലായവയാണ്. ഇത് വായിച്ചിരുന്നാൽ മതി. ഇന്ത്യയിൽ ജനസംഖ്യാ പഠനം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO. ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ജനസംഖ്യാ പഠനം നടത്തിയത് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ജനസംഖ്യാ പഠനം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO, നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് NIPS, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ NFHS തുടങ്ങിയവ. ഇന്ത്യയിൽ ജനസംഖ്യാ പഠനം നടത്തുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO, നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് NIPS, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ NFHS തുടങ്ങിയവയാണ്. ഇത്രയേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ജനസംഖ്യാശാസ്ത്രത്തിന്റെ വ്യത്യസ്ത സൂചകങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. ജനസംഖ്യാശാസ്ത്രത്തിന്റെ സൂചകങ്ങളാണ് കുടിയേറ്റം, ജനനനിരക്കും മരണനിരക്കും, ജനസാന്ദ്രത, സ്ത്രീ പുരുഷാനുപാതം, ആയുർദൈർഘ്യം, പ്രായഘടന, ആശ്രിതാനുപാതം. ഇവയൊക്കെയാണ് ജനസംഖ്യാശാസ്ത്രത്തിന്റെ സൂചകങ്ങൾ. ഇത് സ്റ്റേറ്റ്മെന്റ് ടൈം ക്വസ്റ്റ്യൻ ചോദിക്കും. ജനസംഖ്യാശാസ്ത്രത്തിന്റെ സൂചകങ്ങൾ താഴെ തന്നിരിക്കുന്നതിന് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടിയേറ്റം, ജനനനിരക്കും മരണനിരക്കും, ജനസാന്ദ്രത, സ്ത്രീ പുരുഷാനുപാതം, ആയുർദൈർഘ്യം, പ്രായഘടന, ആശ്രിതാനുപാതം. ഇവയൊക്കെയാണ് ജനസംഖ്യാശാസ്ത്രത്തിന്റെ സൂചകങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, ഇത് പഠിക്കണം. താഴെ കുടിയേറ്റം എന്നൊരു കവിത പറഞ്ഞിട്ടുണ്ട്. കുടിയേറ്റം എന്നുള്ള കവിത എഴുതിയിരിക്കുന്നത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ്. ആസാം പണിക്കാർ എന്നറിയപ്പെടുന്നു. അപ്പോൾ ആ കവിത വായിക്കാം. ജനിച്ച നാട് വിട്ടകലെ ആസാമിൽ പണിക്ക് പോകുന്ന പരീക്ഷകൾ നമ്മൾ, കുതിച്ചു തീവണ്ടി കിതച്ചു പായുന്നു, തിരയടിക്കും താഴ്വാരവും പാടവും. ഈ കുടിയേറ്റം എന്ന ഈ കവിത എഴുതിയിരിക്കുന്ന വൈലോപ്പള്ളി ശ്രീധരമേനോന്റെയാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഈ 4 വരി പോയം തന്നിട്ട് കവിത തന്നിട്ട് ഇത് ആരെഴുതിയതാണ്, ഈ കുടിയേറ്റം എന്ന കവിത ആരെഴുതിയാണെന്ന് ചോദിക്കുക. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവിത എഴുതിയിരിക്കുന്നത് 2ാം ലോക മഹായുദ്ധകാലത്ത് കേരളത്തിൽ നിന്ന് ആസാമിലേക്ക് തൊഴിൽ അന്വേഷിച്ചു പോയ ആളുകളെ കുറിച്ചാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ തന്റെ ഈ കവിതയിൽ പരാമർശിക്കുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് കേരളത്തിൽ നിന്ന് ആസാമിലേക്ക് തൊഴിൽ അന്വേഷിച്ചു പോയ ആളുകളെ പറ്റിയാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ അദ്ദേഹത്തിന്റെ കവിതയിൽ പരാമർശിക്കുന്നത്. 1941 കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ തൊഴിൽ തേടി ആസാമിലേക്ക് പോയിരുന്നു. നിലവിൽ ആസാമിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്കാണ് വരുന്നത്. അവരെ അതിഥി തൊഴിലാളികൾ എന്നല്ലേ പറയുന്നത്. മറുനാടൻ തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ചു കേരളം, കൈയടിച്ചു ലോകം. കേരളത്തിൽ ഒരു പുതിയ വാക്ക് ഉപയോഗിച്ചാണ് കുടിയേറ്റ തൊഴിലാളികളെ പരാമർശിക്കുന്നത്. ഏതാണ്? അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞാണ് കേരളത്തിൽ വന്ന് കുടിയേറി പാർത്തവരെ തൊഴിലാളികളെ പരാമർശിക്കുന്നത്. അതിഥി തൊഴിലാളികൾ ഇന്ന് കേരളീയ സമൂഹത്തിന്റെ ഭാഗമായി മാറി. നഗര ഗ്രാമ ഭേദമന്യേ ഏത് മേഖലയിലും ഇന്ന് അതിഥി തൊഴിലാളികളുണ്ട്. അവർ ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നതിന്റെ കാരണങ്ങൾ എന്തെല്ലാം? ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നതിന്റെ കാരണം എന്തൊക്കെയാണ്? മെച്ചപ്പെട്ട വരുമാനം, ഉയർന്ന സാമൂഹിക പദവിയൊക്കെയാണ് കാരണമാണ്. അതുകൊണ്ടാണ് അവർ തൊഴിൽ തേടി മറ്റൊരു ദേശത്തേക്ക് പോകുന്നത്. കേരളത്തിലെ ഒരു കുടിയേറ്റ ചരിത്രം എന്ന് പറഞ്ഞൊരു കൊളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കാൻ വായിച്ചു വെക്കാം. മലയാളം സംസാരിക്കുന്ന ജനത കൂട്ടായ ഒരു ദേശീയ ബോധം, ഭാഷ, ഭൂമിശാസ്ത്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേരളീയർ എന്ന ഒറ്റ സ്വത്വമാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് കുടിയേറ്റങ്ങളും പ്രവാസങ്ങളും ലക്ഷ്യമാക്കിയുള്ള പല രീതിയിലുള്ള യാത്രകൾ സംഭവിച്ചിരുന്നു. കേരളത്തിൽ നിന്നും ബ്രിട്ടീഷ് കോളനിയിലേക്ക് കേരളീയരെ നിർബന്ധപൂർവ്വം അടിമത്തൊഴിലാളികളായി ഉപയോഗിച്ചിരുന്നു. മധ്യ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ മലബാർ പ്രദേശങ്ങളിലേക്ക് ഒറ്റപ്പെട്ടതും സംഘടിതവുമായ കുടിയേറ്റങ്ങൾ നടന്നിരുന്നു. ഇക്കാലയളവിൽ തന്നെ മലയാളികൾ ഇന്ത്യയിലെ വൻ നഗരങ്ങളായ മുംബൈ, ബോംബെ, ചെന്നൈ, മദ്രാസ്, കൽക്കട്ട, ഡൽഹി തുടങ്ങിയ ഇടങ്ങളിലേക്ക് ജോലി അന്വേഷിച്ച് വ്യാപകമായി പോയതും ജനസംഖ്യ അടിസ്ഥാനമാക്കിയ ചലനാൽ മതയ്ക്ക് ഉദാഹരണമാണ്. ഇതിനുശേഷമാണ് ഗൾഫ് പ്രദേശങ്ങളിലേക്കുള്ള വ്യാപക കുടിയേറ്റം കേരളത്തിൽ നിന്നുണ്ടാകുന്നത്. ലോകത്തിലെ വികസന കാര്യങ്ങളിൽ മുന്നോക്കം നിൽക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്കും മലയാളികൾ ജോലിക്കും സ്ഥിരതാമസത്തിനുമായി എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസവും അനുബന്ധ തൊഴിലും തേടിയുള്ള കുടിയേറ്റങ്ങളാണ് കേരളത്തിൽ നിന്ന് കൂടുതലും ഉണ്ടാകുന്നത്. കാനഡ, UK, USA, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് നിലവിൽ ധാരാളം പേർ കുടിയേറുന്നത്. അതായത് കുടിയേറ്റത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് പണ്ട് കുടിയേറ്റം നടന്ന കേരളത്തിൽ നിന്ന് ബ്രിട്ടീഷ് കോളനിയിലേക്ക് കേരളീയരെ നിർബന്ധപൂർവ്വം അടിമത്തൊഴിലാളികളായി ഉപയോഗിച്ചിരുന്നു. പിന്നെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിൽ 20ാം നൂറ്റാണ്ടിന്റെ പകുതി മലബാർ പ്രദേശങ്ങളിലേക്ക് കുടിയേറ്റങ്ങൾ നടന്നിരുന്നു. പിന്നെ ഇക്കാലയളവിൽ തന്നെ മലയാളികൾ ഇന്ത്യയിലെ വൻ നഗരങ്ങളായ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്ക് ജോലി അന്വേഷിച്ചു പോയിരുന്നു. പിന്നെ ഇതെല്ലാം ജനസംഖ്യ അടിസ്ഥാനമാക്കിയ ചലനാത്മകതയ്ക്ക് ഉദാഹരണമാണ്. പിന്നെ ഇതിനുശേഷം ഗൾഫ് പ്രദേശങ്ങളിലേക്ക് വ്യാപക കുടിയേറ്റം കേരളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ലോകത്തിന്റെ വികസന കാര്യങ്ങളിൽ മുന്നോക്കം നിൽക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് മലയാളികൾ ജോലിക്ക് സ്ഥിരതാമസത്തിനുമായി എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിനും അനുബന്ധ തൊഴിലിനും തേടിയുള്ള കുടിയേറ്റങ്ങളും കേരളത്തിൽ നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതായത് കാനഡ, UK, USA, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ധാരാളം പേർ കുടിയേറുന്നുണ്ട്. താഴെ വന്നു കഴിഞ്ഞാൽ ഒരു
കുടിയേറ്റം എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള കുടിയേറ്റങ്ങളാണുള്ളത്: ആഭ്യന്തര കുടിയേറ്റവും രാജ്യാന്തര കുടിയേറ്റം. ഇത് പഠിക്കണം. കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് മറ്റൊരു പ്രദേശത്ത് സ്ഥിരമായ താൽക്കാലികമായ ജനങ്ങൾ മാറി താമസിക്കുന്നതിനാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള കുടിയേറ്റങ്ങളാണുള്ളത്: ആഭ്യന്തര കുടിയേറ്റവും രാജ്യാന്തര കുടിയേറ്റവും. അതായത് ആഭ്യന്തര കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിക്കണം. ആഭ്യന്തര കുടിയേറ്റം എന്ന് പറഞ്ഞാൽ രാജ്യാതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റങ്ങളെ ആഭ്യന്തര കുടിയേറ്റങ്ങൾ എന്ന് പറയുന്നു. കേരളത്തിലെ ജനങ്ങൾ തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജനങ്ങൾ കേരളത്തിലേക്ക് വരുന്നതും ആഭ്യന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. അതായത് കേരളത്തിലെ ജനങ്ങൾ തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ജനങ്ങൾ തൊഴിൽ തേടി വരുന്നതും ആഭ്യന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. ആഭ്യന്തര കുടിയേറ്റം എന്ന് പറഞ്ഞാൽ രാജ്യാതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റങ്ങളെയാണ് ആഭ്യന്തര കുടിയേറ്റങ്ങൾ എന്ന് പറയുന്നത്. രാജ്യാന്തര കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളെ പൊതുവെ രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളെയാണ് രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളെ രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജനങ്ങൾ പോകുന്നത് രാജ്യാന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജനങ്ങൾ പോകുന്നത് രാജ്യാന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. ഇത് ഇമ്പോർട്ടന്റ് പഠിച്ചു വെക്കണം. ആഭ്യന്തര കുടിയേറ്റം രാജ്യാന്തര കുടിയേറ്റം എന്താണെന്ന് ഡെഫിനിഷനും പഠിക്കണം, അതേ ഉദാഹരണം. കുടിയേറ്റം ഒരു പ്രദേശത്തിന് ജനസംഖ്യാ ഘടനയിൽ മാറ്റമുണ്ട്. കുടിയേറ്റം സംഭവിച്ചാൽ പ്രദേശത്തിന് ജനസംഖ്യാ ഘടനയിൽ മാറ്റം ഉണ്ടാകുമല്ലോ. പിന്നെ വിവിധതരം കുടിയേറ്റങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവ ഏതൊക്കെ കുടിയേറ്റങ്ങളാണ് തിരിച്ചറിയുക എന്ന് പറഞ്ഞിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളെ ഏതാണ്? രാജ്യാന്തര കുടിയേറ്റമാണ്. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഉത്തരേന്ത്യൻ തൊഴിലാളികൾ ആഭ്യന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. പഠനാവശ്യത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികൾ രാജ്യാന്തര കുടിയേറ്റമാണ്, വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്. താഴെ വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ള ജനന നിരക്കും മരണനിരക്കും. ഒരു പ്രദേശത്തെ ജനസംഖ്യ വളർച്ച കണക്കാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അവിടുത്തെ ജനന നിരക്കും മരണനിരക്കും. ജനനനിരക്ക് കൂടുമ്പോൾ ജനസംഖ്യ വർധനവും ഉണ്ടാകുന്നു. മരണനിരക്ക് കൂടുവാണെങ്കിൽ ജനസംഖ്യ വർധനവ് കുറയുന്നു. അത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ജനസംഖ്യയിലെ ഓരോ 1000-നും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണമാണ് ജനനനിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജനനനിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യയിലെ ഓരോ 1000-നും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണമാണ് ജനനനിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പ്രത്യേക പ്രദേശത്ത് നിശ്ചിത സമയത്ത് ജനസംഖ്യയിലെ ഓരോ 1000-നും മരിക്കുന്നവരുടെ എണ്ണമാണ് മരണനിരക്ക്. ജനനനിരക്കും മരണനിരക്കും എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജനനനിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശത്ത് നിശ്ചിത സമയത്ത് ജനസംഖ്യയിലെ ഓരോ 1000-നും മരിക്കുന്നവരുടെ എണ്ണമാണ് മരണനിരക്ക്. ജനസംഖ്യയിലെ ഓരോ 1000-നും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണമാണ് ജനനനിരക്ക്. ജനനനിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ജനസംഖ്യ വളർച്ച കണക്കാക്കുന്നത്. ജനസംഖ്യ വളർച്ച കണക്കാക്കുന്നത് ജനനനിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ചാണ്. ജനനനിരക്ക് കുറയുകയും മരണനിരക്ക് ഉയരുകയും ചെയ്യുന്ന അവസ്ഥയിൽ ജനസംഖ്യ കുറയുന്നു. മരണനിരക്കിനേക്കാൾ ജനനനിരക്ക് ഉയരുമ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്നു. അത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ജനനനിരക്ക് കുറയുകയും മരണനിരക്ക് ഉയരുകയും ചെയ്യുമ്പോൾ ജനസംഖ്യ കുറയുന്നു. ജനനനിരക്ക് ഉയരുമ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്നു. ഇന്ത്യയിലെ ജനന മരണ നിരക്ക് ഇവിടെ ഗ്രാഫ് വരച്ചു കൊടുത്തിട്ടുണ്ട്. 1901 മുതൽ 2001 വരെയുള്ളത്. ഇവിടെ ശിശുമരണ നിരക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷത്തിൽ 1000 ജീവനോടെയുള്ള ജനനങ്ങളിൽ 1 വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന ശിശുക്കളുടെ എണ്ണത്തെ ശിശുമരണ നിരക്ക് അഥവാ ഇൻഫാന്റ് മോർട്ടാലിറ്റി എന്ന് പറയുന്നു. ഒരു വർഷത്തിൽ 1000 ജീവനോടെയുള്ള ജനനങ്ങളിൽ 1 വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന ശിശുക്കളുടെ എണ്ണത്തെ ശിശുമരണ നിരക്ക് എന്ന് പറയുന്നു. മാതൃമരണ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർഷം നടക്കുന്ന 1000 പ്രസവങ്ങളിൽ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തെ മാതൃമരണ നിരക്ക് എന്ന് പറയുന്നു. മെറ്റേണൽ മോർട്ടാലിറ്റി. ഒരു വർഷം നടക്കുന്ന 1000 പ്രസവങ്ങളിൽ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തെ മാതൃമരണ നിരക്ക് അഥവാ മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറയുന്നു. ഒരു രാജ്യത്തെ ഉയർന്ന ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും ആ രാജ്യത്തിന്റെ പിന്നോക്കാവസ്ഥയുടെയും ദാരിദ്ര്യത്തിന്റെയും സൂചകങ്ങളാണ്. ഒരു രാജ്യത്തിന്റെ പിന്നോക്കാവസ്ഥയുടെയും ദാരിദ്ര്യത്തിന്റെയും സൂചകങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തെ ഉയർന്ന ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കുമാണ് ആ രാജ്യത്തിന്റെ പിന്നോക്കാവസ്ഥയുടെയും ദാരിദ്ര്യത്തിന്റെയും സൂചകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വായിക്കണം. അത് ഇവിടുന്ന് സ്റ്റേറ്റ്മെന്റിന്റെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ളത് ജനന മരണ സ്ഥിതിവിവര കണക്കിന്റെ കൃത്യത ഇവ ബന്ധപ്പെട്ട ഏജൻസികളെ അറിയിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ജനന മരണ സ്ഥിതിവിവര കണക്കിന്റെ കൃത്യത എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ഏജൻസികളെ അറിയിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്ത്യ അടക്കമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ജനന മരണങ്ങൾ യഥാസമയം രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമം അനുശാസിക്കുന്നു. ഇന്ത്യ അടക്കമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ജനന മരണങ്ങൾ യഥാസമയം രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമം അനുശാസിക്കുന്നു. താഴെ വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ളത് ജനസാന്ദ്രതയെ പറ്റിയാണ്. ജനസാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ പ്രധാന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് അവിടുത്തെ ജനസാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പ്രദേശത്തെ പ്രധാന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് അവിടുത്തെ ജനസാന്ദ്രത.
ജനസാന്ദ്രതയെ പറ്റി ഒന്നുകൂടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെമെണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, ഇവിടെ ജനസംഖ്യ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ. എന്നാൽ ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയാണ് ജനസാന്ദ്രത എന്ന് പറയുന്നത്. ജനസാന്ദ്രത അഥവാ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയാണ് ജനസാന്ദ്രത എന്ന് പറയുന്നത്. ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയാണ് ജനസാന്ദ്രത എന്ന് പറയുന്നത്. ജനസംഖ്യയും ജനസാന്ദ്രത എന്താണെന്ന് ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം. താഴെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജനസാന്ദ്രതയിൽ പ്രകടമായ പ്രാദേശിക വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ ഡൽഹി ഏറ്റവും മുന്നിലും അരുണാചൽ പ്രദേശ് ഏറ്റവും പിന്നിലുമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 2011 സെൻസസ് റിപ്പോർട്ട് പ്രകാരം ജനസാന്ദ്രതയിൽ ഡൽഹിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അരുണാചൽ പ്രദേശ് ഏറ്റവും പിന്നിലുമാണ്. ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ സാമൂഹിക പ്രശ്നങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. തുറസായ സ്ഥലമില്ലായ്മ, മലിനീകരണം, ജലസംഭരണക്കുറവ്, ആൾക്കൂട്ടം എന്നിവയാണ് ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ സാമൂഹിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞാൽ തുറസായ സ്ഥലമില്ലായ്മ, മലിനീകരണം, ജലസംഭരണക്കുറവ്, ആൾക്കൂട്ടം എന്നിവയാണ് ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. താഴെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വളരെ ഉയർന്നു, മറ്റു ചില സംസ്ഥാനങ്ങൾ വളരെ താഴ്ന്നു നിലനിൽക്കുന്നു. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കാലാവസ്ഥ, ഭൂപ്രകൃതി, ജലലഭ്യത, മണ്ണിനങ്ങൾ എന്നിവയാണ്. ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വളരെ ഉയർന്നു, മറ്റു ചില സംസ്ഥാനങ്ങൾ വളരെ താഴ്ന്നു നിലനിൽക്കുന്നതിന്റെ കാരണം. സ്ത്രീ പുരുഷ അനുപാതവും ശിശുലിംഗ അനുപാതവും പറഞ്ഞിട്ടുണ്ട് ഇവിടെ. സ്ത്രീ പുരുഷാനുപാതം ജനസംഖ്യയുടെ വളർച്ചാ നിരക്കുകളെയും അതിന്റെ പരിണാമത്തെയും സ്വാധീനിക്കുന്നു. സ്ത്രീ പുരുഷാനുപാതം ജനസംഖ്യയുടെ വളർച്ചാ നിരക്കുകളെ അതിന്റെ പരിണാമത്തെയും സ്വാധീനിക്കുന്നു. ജനസംഖ്യയുടെ സ്ത്രീ പുരുഷാനുപാതം എന്തിനെയെല്ലാം ബാധിക്കുന്നു? ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നിവയെ ബാധിക്കുന്നു. ജനസംഖ്യയുടെ സ്ത്രീ പുരുഷാനുപാതം ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നിവയെ ബാധിക്കുന്നു. ഒരു താഴെ പറഞ്ഞിട്ടുള്ള സ്ത്രീ പുരുഷാനുപാതം എന്നാൽ എന്തെന്ന്? സ്ത്രീ പുരുഷാനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക പ്രദേശത്തെ 1000 പുരുഷന്മാർക്ക് ആനുപാതികമായി എത്ര സ്ത്രീകൾ ഉണ്ട് എന്ന് കണക്കാക്കുന്നതിനെയാണ് സ്ത്രീ പുരുഷാനുപാതം അഥവാ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷാനുപാതം എന്നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക പ്രദേശത്തെ 1000 പുരുഷന്മാർക്ക് ആനുപാതികമായി എത്ര സ്ത്രീകളുണ്ട് എന്ന് കണക്കാക്കുന്നതിനെയാണ് സ്ത്രീ പുരുഷാനുപാതം അഥവാ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തത് ശിശുലിംഗ അനുപാതം എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0 മുതൽ 6 വയസ്സിനുള്ളിൽ 1000 ആൺകുട്ടികൾക്ക് ആനുപാതികമായി എത്ര പെൺകുട്ടികൾ എന്ന് കണക്കാക്കുന്നതിനെയാണ് ശിശുലിംഗ അനുപാതം അഥവാ ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഉണ്ടായിക്കഴിഞ്ഞ 6 വയസ്സിനുള്ളിൽ ഉണ്ടായി കുഞ്ഞു ബേബീസ് മുതൽ 6 വയസ്സിനുള്ളിൽ അവർക്ക് 1000 ആൺകുട്ടികൾക്ക് ആനുപാതികമായി എത്ര പെൺകുട്ടികൾ എന്ന് കണക്കാക്കുന്നതിനെയാണ് ശിശുലിംഗ അനുപാതം അഥവാ ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷ അനുപാതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശിശുലിംഗ അനുപാതം എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും പഠിക്കണം. സ്ത്രീ പുരുഷ അനുപാതം ജനസംഖ്യയുടെ വളർച്ചാ നിരക്കുകളെ അതിന്റെ പരിണാമത്തെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനസംഖ്യയുടെ സ്ത്രീ പുരുഷ അനുപാതം ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നിവയെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ കുറയുന്ന സ്ത്രീ പുരുഷ അനുപാതം ശിശുലിംഗാനുപാതം 1961 മുതൽ 2011 വരെയുള്ള ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. വർഷവും സ്ത്രീ പുരുഷ അനുപാതവും ശിശുലിംഗാനുപാതം. ലേറ്റസ്റ്റ് 2011 സെൻസസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതം 940ഉം ശിശുലിംഗാനുപാതം ഇന്ത്യയിൽ 914ഉമാണ്. ഇത് പഠിക്കണം. 2011 PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സ്ത്രീ പുരുഷാനുപാതം 940ഉം ശിശുലിംഗാനുപാതം 914ഉമാണ്. താഴെ വന്നു കഴിഞ്ഞാൽ ഇനി പഠിക്കാനുള്ളത് സ്ത്രീ പുരുഷാനുപാതത്തിന് സ്ത്രീ പുരുഷ സന്തുലിതാവസ്ഥയിൽ വലിയ പങ്കുണ്ട്. ഒരു പ്രദേശത്തെ ജനസംഖ്യ വളർച്ച പ്രവചിക്കുന്നതിനും ജനസംഖ്യയുടെ വലിപ്പം കണക്കാക്കുന്നതിനും സ്ത്രീ പുരുഷ അനുപാതം ഉപയോഗിക്കുന്നു. അതായത് ഒരു പ്രദേശത്തെ ജനസംഖ്യ വളർച്ച പ്രവചിക്കുന്നതിനും ജനസംഖ്യയുടെ വലിപ്പം കണക്കാക്കുന്നതിനും സ്ത്രീ പുരുഷ അനുപാതം ഉപയോഗിക്കുന്നു. താഴെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നീതി ആയോഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. താഴെ പറയുന്ന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് പറഞ്ഞേക്കുന്നത്? പെൺകുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് അവബോധം വളർത്തുക, പെൺകുട്ടികൾക്ക് മികച്ച ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകുക, സ്ത്രീകളെയും പെൺകുട്ടികളെയും ശാക്തീകരിക്കുക. ഈ 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. പെൺകുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് അവബോധം വളർത്തുക, പെൺകുട്ടികൾക്ക് മികച്ച ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകുക, സ്ത്രീകളെയും പെൺകുട്ടികളെയും ശാക്തീകരിക്കുക. ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നീതി ആയോഗ് മുന്നോട്ട് വെച്ച ശ്രമങ്ങളാണ് ഇവയൊക്കെയല്ല. ഈ താഴെ പറയുന്ന ഈ 3 മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ആര്? നീതി ആയോഗ്.
എന്തിനു വേണ്ടിയാണ്? സ്ത്രീ പുരുഷ അനുപാതം മെച്ചപ്പെടുത്താൻ വേണ്ടി നീതി ആയോഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള മേഖലകളാണ് ഇതൊക്കെ. പെൺകുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് അവബോധം വളർത്തുക, പെൺകുട്ടികൾക്ക് മികച്ച ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകുക, സ്ത്രീകളെയും പെൺകുട്ടികളെയും ശാക്തീകരിക്കുക. താഴെ വന്നു കഴിഞ്ഞാൽ ആയുർദൈർഘ്യത്തെ പറ്റിയാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. ആയുർദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും അവിടെയുള്ള ജനതയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനുമായി പ്രയത്നിക്കുന്നു. ഒരു പ്രദേശത്തെ ജനസംഖ്യാ വളർച്ച കണക്കാക്കുന്നതിനുള്ള പ്രധാന ഘടകമാണ് ആയുർദൈർഘ്യം എന്ന് പറഞ്ഞു. ഒരു പ്രദേശത്തെ ജനസംഖ്യാ വളർച്ച കണക്കാക്കുന്നതിനുള്ള പ്രധാന ഘടകം ഏതാണ്? ആയുർദൈർഘ്യമാണ്. എല്ലാ രാജ്യങ്ങളും അവിടെയുള്ള ജനതയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനുമായിട്ടാണ് ശ്രമിക്കുന്നത്. ഒരു പ്രദേശത്തെ ജനസംഖ്യാ വളർച്ച കണക്കാക്കുന്നതിനുള്ള പ്രധാന ഘടകമാണ് ആയുർദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർദൈർഘ്യം കണക്കാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരാൾ ശരാശരി എത്ര കാലം ജീവിച്ചിരിക്കും എന്ന കണക്കാണ് ആയുർദൈർഘ്യം പറയുന്നത്. ഒരു നിശ്ചിത പ്രദേശത്തെ ഓരോ പ്രായഭാഗത്തിലെയും മരണനിരക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആയുർദൈർഘ്യം കണക്കാക്കുന്നത്. അപ്പൊ ആയുർദൈർഘ്യം കണക്കാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത പ്രദേശത്തെ ഓരോ പ്രായവിഭാഗത്തിലെയും മരണനിരക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആയുർദൈർഘ്യം കണക്കാക്കുന്നത്. ഇത് ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഒരു നിശ്ചിത പ്രദേശത്തെ ഓരോ പ്രായവിഭാഗത്തിലെയും മരണനിരക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആയുർദൈർഘ്യം കണക്കാക്കുന്നത്. ആയുർദൈർഘ്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഡെഫിനിഷൻ എങ്ങനെ കണക്കാക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താഴെ നൽകുന്ന ഒരു പട്ടിക പറഞ്ഞിരിക്കുന്നത്. പട്ടിക നൽകിയിരിക്കുന്നത് അവിടെ സംസ്ഥാനം കൂടെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ആയുർദൈർഘ്യം, പുരുഷന്മാരുടെ ആയുർദൈർഘ്യം, സ്ത്രീകളുടെ ആയുർദൈർഘ്യം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ ആയുർദൈർഘ്യം 72.3 പുരുഷന്മാരിലെ, സ്ത്രീകളിലെ ആയുർദൈർഘ്യം 78 മഹാരാഷ്ട്രയിലാണെങ്കിൽ 71.6 പുരുഷന്മാരിലെ ആയുർദൈർഘ്യം, സ്ത്രീകളിലെ ആയുർദൈർഘ്യം 74 പഞ്ചാബിലാണെങ്കിൽ പുരുഷന്മാരിലെ ആയുർദൈർഘ്യം 71.1, സ്ത്രീകളിലാണെങ്കിൽ 74.7. ഉത്തർപ്രദേശിലാണെങ്കിൽ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 65, സ്ത്രീകളുടെ ആണെങ്കിൽ 66.2. ഛത്തീസ്ഗഡില് പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 63.7, സ്ത്രീകളിലെ ആയുർദൈർഘ്യം 66.9. ഇന്ത്യയിലെ പഠിക്കണം. ഇന്ത്യയിലാണെങ്കിൽ പുരുഷന്മാരിലെ ആയുർദൈർഘ്യം 68.4, സ്ത്രീകളിലെ ആയുർദൈർഘ്യം 71.1. ഇന്ത്യയിലെ വെരി വെരി ഇമ്പോർട്ടന്റ്, ഇന്ത്യയിലെ ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിലെ ആയുർദൈർഘ്യം. ഇത് 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ചുള്ള റിപ്പോർട്ടായി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ പുരുഷന്മാരിലെ ആയുർദൈർഘ്യം 68.4, സ്ത്രീകളിലെ ആയുർദൈർഘ്യം 71.1. താഴെ വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ള 2022 പുറത്തിറങ്ങിയ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, അതായത് NSOയുടെ വിമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് 2015-19 കാലയളവിൽ ഇന്ത്യയിലെ സ്ത്രീ പുരുഷ ആയുർദൈർഘ്യം യഥാക്രമം 71.1 68.4 അതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2022 പുറത്തിറങ്ങിയ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSOയുടെ വിമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് ഇത് ചോദിക്കാൻ പരീക്ഷയ്ക്ക്. 2015-2019 കാലയളവിൽ ഇന്ത്യയിലെ സ്ത്രീ പുരുഷ ആയുർദൈർഘ്യം യഥാക്രമം 71.1 68.4 അതേസമയം കേരളത്തിലെ സ്ത്രീ പുരുഷ ആയുർദൈർഘ്യം 78 72.3 അപ്പൊ കേരളത്തിലെ അത് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ സ്ത്രീ പുരുഷ ആയുർദൈർഘ്യം ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളിലെ ആയുർദൈർഘ്യം 78, പുരുഷന്മാരിലെ ആയുർദൈർഘ്യം 72.3 ഇന്ത്യയിലെ ചോദിച്ചു കഴിഞ്ഞാൽ ആയുർദൈർഘ്യം സ്ത്രീകളിൽ 71.1 പുരുഷന്മാരിൽ 68.4 ഇത് പഠിക്കണം. ഇത്രയും ഈ കളറിൽ കൊടുത്തിരിക്കുന്ന ഈ ഗ്രീൻ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇത് പഠിക്കണം കേട്ടോ. ആയുർദൈർഘ്യം കേരളത്തിലെ NSOയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇന്ത്യയിലേതും കേരളത്തിലെയും ആയുർദൈർഘ്യം സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും. കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന്റെ നിരവധി ഘടകങ്ങൾ കാരണമാണ് ആയുർദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന്റെ കാരണങ്ങൾ ഏതൊക്കെയാണ്? ഉയർന്ന സാക്ഷരതാ നിരക്കും, ഉന്നത വിദ്യാഭ്യാസവും, വികേന്ദ്രീകൃത പൊതുജനാരോഗ്യ നയം, ശുചിത്വം, ഭക്ഷ്യലഭ്യതയും പൊതുവിതരണവും. അപ്പൊ കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് നിരവധി ഘടകങ്ങൾ കാരണമാണ്. ഏതൊക്കെയാണ് ഘടകങ്ങൾ കാരണം? ഉയർന്ന സാക്ഷരതാ നിരക്ക്, ഉന്നത വിദ്യാഭ്യാസവും, വികേന്ദ്രീകൃത പൊതുജനാരോഗ്യ നയം, ശുചിത്വം, ഭക്ഷ്യലഭ്യതയും പൊതുവിതരണവും. ഇത്രയും കാരണങ്ങൾ കൊണ്ട് കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് കാരണങ്ങൾ ഇവയൊക്കെയാണ്. ഉയർന്ന സാക്ഷരതാ നിരക്കും, ഉന്നത വിദ്യാഭ്യാസവും, വികേന്ദ്രീകൃത പൊതുജനാരോഗ്യ നയം, ശുചിത്വം, ഭക്ഷ്യലഭ്യതയും പൊതുവിതരണവും. ഇതാണ് കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. താഴെ വന്ന ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വയോജനങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വയോജനങ്ങൾക്കായുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 14567. ഇത് ഓർത്ത് വെക്കാൻ ഒരു കോഡ് ഉണ്ട്. 1 കഴിഞ്ഞാൽ 2ഉം 3ഉം വയോജനങ്ങൾ മറന്നുപോയെന്ന് ഓർത്താൽ മതി. 1 കഴിഞ്ഞാൽ 2ഉം 3ഉം വയോജനങ്ങൾ മറന്നുപോയി. നമ്പർ 14567. 2ഉം 3ഉം മറന്നുപോയി. അപ്പൊ വയോജനങ്ങൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ എന്റെ ഒരു കോഡാണിത്. 14567. 2ഉം 3ഉം മറന്നുപോയി. 2ഉം 3ഉം അവര് വയോജനങ്ങളായോട് 2ഉം 3ഉം മറന്നുപോയി. 14567 എന്ന നമ്പറാണ് വയോജനങ്ങൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ. ഈ
സംസ്ഥാന വയോജന നയം ആവിഷ്കരിച്ചത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2013 സംസ്ഥാന വയോജന നയം ആവിഷ്കരിച്ചത്. 2013 സംസ്ഥാന വയോജന നയം ആവിഷ്കരിച്ചത്. വയോജനങ്ങളുടെ സാമൂഹിക ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും വിവിധ കർമ്മ പരിപാടികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. കേരളത്തിലെ 60 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. 60 വയസ്സിന് മേൽ പ്രായമുള്ളവരാണ് വയോജനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ 2013 സംസ്ഥാന വയോജന നയം ആവിഷ്കരിച്ചു. അപ്പൊ സംസ്ഥാന സർക്കാർ സംസ്ഥാന വയോജന നയം ആവിഷ്കരിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2013 അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 14567. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പകൽ വീട്, വയോരക്ഷാ പദ്ധതി, വയോമിത്രം പദ്ധതി, അമൃതം പദ്ധതി എന്നിവ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ ഏതൊക്കെയാണ്? വയോരക്ഷാ പദ്ധതി, വയോമിത്രം പദ്ധതി, അമൃതം പദ്ധതി, പകൽ വീട് എന്നിവ. താഴെ തന്നിരിക്കുന്നതിൽ ഏതെല്ലാം പദ്ധതിയാണ് വയോജനങ്ങളുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാൻ പരീക്ഷയ്ക്ക്. പകൽ വീട്, വയോരക്ഷാ പദ്ധതി, വയോമിത്രം പദ്ധതി, അമൃതം പദ്ധതി. ഇതിന്റെ രണ്ടിനെയും കൂടെ വയോ എന്നുണ്ട്. അമൃതം പദ്ധതിയും പകൽ വീട് പദ്ധതി ഓർത്ത് വെച്ചാൽ മതി. വയോരക്ഷാ പദ്ധതി, വയോമിത്രം പദ്ധതി നമുക്ക് കിട്ടും. അമൃതം പദ്ധതി, പകൽ വീട്. താഴെ വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ളത് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. ജനസംഖ്യാ പ്രായഘടന എന്നൊരു ഹെഡിങ് ഉണ്ട്. താഴെ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ. ജനസംഖ്യാ ക്രമീകരണത്തിന്റെ പ്രധാനപ്പെട്ട സൂചകമാണ് ജനസംഖ്യാ പ്രായഘടന. ജനസംഖ്യാ ക്രമീകരണത്തിന്റെ പ്രധാനപ്പെട്ട സൂചകമാണ് ജനസംഖ്യാ പ്രായഘടന എന്ന് പറയുന്നത്. ആപേക്ഷികമായി വ്യത്യസ്ത പ്രായവിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതമാണ് ജനസംഖ്യാ പ്രായഘടന. അതായത് ഏജ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യാ പ്രായഘടന എന്നാൽ എന്താന്ന് ഇവിടെ പ്രത്യേകമായിട്ടൊരു കോളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആപേക്ഷികമായി വ്യത്യസ്ത പ്രായവിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതമാണ് ജനസംഖ്യാ പ്രായഘടന. ജനസംഖ്യാ പ്രായഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപേക്ഷികമായി വ്യത്യസ്ത പ്രായവിഭാഗത്തിലുള്ള വ്യത്യസ്ത പ്രായവിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതമാണ് ജനസംഖ്യാ പ്രായഘടന. പുരോഗതി, ശരാശരി ആയുർദൈർഘ്യം എന്നിവയിലുള്ള മാറ്റങ്ങൾ പ്രായഘടനയെ ബാധിക്കുന്നു. ജനസംഖ്യയെ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളായി തിരിച്ച് ആകെ ജനസംഖ്യയിൽ ഓരോ ഗ്രൂപ്പ് എത്രയെന്ന് ആനുപാതികമായി വിശേഷിപ്പിക്കുന്നതിനെയാണ് ജനസംഖ്യാ പ്രായഘടന എന്ന് പറഞ്ഞെന്ന്. ഒന്നുകൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജനസംഖ്യാ പ്രായഘടന എന്നാൽ എന്തുവാണെന്ന് വിശേഷിപ്പിക്കുന്നത്. പുരോഗതി, ശരാശരി ആയുർദൈർഘ്യം എന്നിവയിലുള്ള മാറ്റങ്ങൾ പ്രായഘടനയെ ബാധിക്കുന്നു. ജനസംഖ്യയെ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളായി തിരിച്ച് ആകെ ജനസംഖ്യയിൽ ഓരോ ഗ്രൂപ്പ് എത്രയെന്ന് ആനുപാതികമായി വിശേഷിപ്പിക്കുന്നതിനെയാണ് ജനസംഖ്യാ പ്രായഘടന എന്ന് പറയുന്നത്. പ്രായവിഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രായവും കൊടുത്തിട്ടുണ്ട്. 14 വയസ്സ് വരെയുള്ളവരെയാണ് പ്രായമുള്ളവരെയാണ് കുട്ടികൾ എന്ന് പറയുന്നത്. 15 വയസ്സ് മുതൽ 50 വയസ്സിനും 59 വയസ്സിനും വരെയുള്ളവരെ എന്താണ് യുവാക്കൾ എന്നാണ് പറയുന്നത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ പ്രായമായവർ എന്ന് പറയുന്നു. 14 വയസ്സ് വരെയുള്ളവരെ കുട്ടികൾ, 15 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവരെ യുവാക്കൾ എന്ന് പറയുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ പ്രായമായവർ എന്ന് പറയുന്നു. ഒരു പ്രദേശത്തെ ജനനനിരക്കും മരണനിരക്കും ആ പ്രദേശത്തിന്റെ ജനസംഖ്യാ പ്രായഘടനയിൽ സ്വാധീനം ചെലുത്തുന്നു. നമ്മുടെ രാജ്യത്ത് മുമ്പ് ശരിയായ ആരോഗ്യ സംരക്ഷണം ഇല്ലാത്തതുകൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റു ഘടകങ്ങൾ കൊണ്ട് ശരാശരി ആയുർദൈർഘ്യം കുറയുന്നതിന് കാരണമായി. അപ്പൊ ശരാശരി ആയുർദൈർഘ്യം കുറയുന്നതിന് കാരണമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ശരിയായ ആരോഗ്യ സംരക്ഷണം ഇല്ലാത്തത് കൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റു ഘടകങ്ങൾ കൊണ്ടുമാണ് ശരാശരി ആയുർദൈർഘ്യം കുറയുന്നതിന് കാരണമായത്. കൂടാതെ ശിശു മാതൃ മരണനിരക്ക് ഉയർന്നതും പ്രായഘടനയെ സ്വാധീനിച്ചു. ശിശു മാതൃമരണ നിരക്ക് ഉയർന്നതും പ്രായഘടനയെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം ജീവിത നിലവാരം ഉയരുകയും ആയുർദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം ജീവിത നിലവാരവും ഉയരുകയും ആയുർദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്തു. താരതമ്യേന പ്രായം കൂടിയ വിഭാഗത്തിന് പ്രായഘടന അനുപാതം ചെറുപ്രായ വിഭാഗത്തേക്കാൾ ഉയർന്നു. ഈ പ്രായഘടനയാണ് വാർദ്ധക്യബാധിത ജനത എന്ന് പറയുന്നത്. വാർദ്ധക്യബാധിത ജനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായം കൂടിയ വിഭാഗത്തിന്റെ പ്രായഘടന അനുപാതം ചെറുപ്രായ വിഭാഗത്തേക്കാൾ ഉയർന്നു. ഈ പ്രായഘടനയാണ് വാർദ്ധക്യബാധിത ജനത അഥവാ ഏജിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ജനനനിരക്ക് മരണനിരക്ക് ഒരു പ്രദേശത്തിന്റെ ജനസംഖ്യ പ്രായഘടനയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. ജനനനിരക്ക് കൂടുവാണെങ്കിൽ ജനസംഖ്യ കൂടും, മരണനിരക്ക് കൂടുവാണെങ്കിൽ ജനസംഖ്യ കുറയും. നമ്മുടെ രാജ്യത്ത് മുമ്പ് ശരിയായ ആരോഗ്യ സംരക്ഷണം ഇല്ലാത്തത് കൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റു ഘടകങ്ങൾ കൊണ്ട് ശരാശരി ആയുർദൈർഘ്യം കുറഞ്ഞായിരുന്നു. കൂടാതെ ശിശു മാതൃമരണനിരക്ക് ഉയർന്നതും അത് ബാധിച്ചിട്ടുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം ജീവിത നിലവാരം ഉയരുകയും ആയുർദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്തു. താരതമ്യേന പ്രായം കൂടിയ വിഭാഗത്തിന്റെ പ്രായഘടന അനുപാതം ചെറുപ്രായ വിഭാഗത്തേക്കാൾ ഉയർന്നു. ഈ പ്രായഘടനയാണ് വാർദ്ധക്യബാധിത ജനത അഥവാ ഏജിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇത് 2013 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ പ്രായവിഭാഗത്തിന് കണക്ക് കൊടുത്തിട്ടുണ്ട്. ജനസംഖ്യയുടെ പ്രായവിഭാഗം 14 വയസ്സ് വരെയുള്ളവരുടെ ജനസംഖ്യയുടെ ശതമാനം 29 2011 സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഉള്ളതാണിത്. 14 വയസ്സ് വരെയുള്ളവരുടെ ജനസംഖ്യയുടെ ശതമാനം 29.
15 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവരുടെ ജനസംഖ്യയുടെ ശതമാനം 63ആയിരുന്നു. 60 വയസ്സും അതിൽ കൂടുതലുള്ളവരുടെ ജനസംഖ്യയുടെ ശതമാനം 8%ആയിരുന്നു. ഇത് വായിച്ചു വെച്ചിരിക്കണം, PSC പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഏത് വിഭാഗത്തിലാണ്, ഏത് പ്രായവിഭാഗത്തിലാണ്? 15 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവരുടെ ജനസംഖ്യയുടെ ശതമാനമാണ് ഇവിടെ കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. 15 മുതൽ 59 വയസ്സ് വരെയുള്ള ജനസംഖ്യയുടെ ശതമാനം 63ആണ്. ഇതാണ് ഏറ്റവും കൂടുതലുള്ളത്. ജനസംഖ്യ ഏത് പ്രായവിഭാഗത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ജനസംഖ്യ ഏതാ? 60 വയസ്സും അതിൽ കൂടുതലുള്ളതാണ് ഇവിടെ കുറഞ്ഞ ജനസംഖ്യ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഉയർന്ന അനുപാതത്തിൽ യുവജനസംഖ്യ ഉണ്ടെന്നും കുറഞ്ഞ അനുപാതത്തിൽ പ്രായമായവരാണെന്നും ഈ പട്ടിക സൂചിപ്പിക്കുന്നു. കൂടിയ വിഭാഗത്തില് യുവജനങ്ങളുമാണ്, കുറഞ്ഞ വിഭാഗത്തിൽ പ്രായമായവരുമാണ്. യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ ശക്തി നൽകാനും സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാനും സാധിക്കും. ഇതിനായി യുവജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും കൂടുതൽ പ്രാധാന്യം ആവശ്യമാണ്. അതേസമയം പ്രായാധിക്യമുള്ളവർക്ക് സാമൂഹിക സുരക്ഷ, ആരോഗ്യ പരിരക്ഷാ സംവിധാനം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായും വരുന്നു. അപ്പൊ യുവജനങ്ങൾക്കാണ് കൂടുതൽ തൊഴിൽ ശക്തി നൽകാനും സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാനും സാധിക്കുന്നത്. അതിനായി യുവജനങ്ങൾ കൂടുതൽ വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും പ്രാധാന്യം ആവശ്യമാണ്. അതേസമയം തന്നെ പ്രായാധിക്യമുള്ളവർക്ക് സാമൂഹിക സുരക്ഷ, ആരോഗ്യ പരിരക്ഷാ സംവിധാനം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായും വരുന്നു. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെയും കേരളത്തിന്റെയും ജനസംഖ്യാ പ്രായഘടന കണ്ടെത്തി. വയോജനത രാജ്യത്തിനെയും സംസ്ഥാനത്തിനെയും എങ്ങനെ ബാധിക്കുന്നു എന്ന ചർച്ച ചെയ്യുന്നു പറഞ്ഞൊരു കുളത്തിൽ കൊടുത്തിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന ആശ്രിത അനുപാതം 15 മുതൽ 64 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഒരു രാജ്യത്തെ അധ്വാനിക്കുന്ന ജനസംഖ്യ എന്ന് പറയുന്നത്. ചോദിക്കാം. 15 മുതൽ 64 വയസ്സ് വരെ പ്രായമുള്ളവരാണ് സജീവമായ പ്രായഘടന എന്ന് അതിന് പറയുന്നത്. 15 മുതൽ 64 വയസ്സ് വരെയുള്ള പ്രായത്തിനെയാണ് സജീവമായ പ്രായഘടന. ആ 15 മുതൽ 64 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഒരു രാജ്യത്തെ അധ്വാനിക്കുന്ന ജനസംഖ്യ എന്നറിയപ്പെടുന്നത്. 15 താഴെ 64 മുകളിലും പ്രായഘടനയിലുള്ളവർ എന്ത് അറിയപ്പെടുന്നു? ആശ്രിത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ആശ്രിത വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് 15 താഴെ 64 മുകളിലുള്ളവരാണ് ആശ്രിത വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അതായത് 15 താഴെയുള്ള ഒരു കുട്ടികളും 64 മുകളിലുള്ളവർ പ്രായമായിരുന്നു, അവർ രണ്ടുപേരും ആശ്രിത വിഭാഗത്തിൽപ്പെടുന്നത്. ഇതിന്റെ ഇടയിലുള്ള 15 64 വയസ്സ് വരെയുള്ളവരാണ് ഒരു രാജ്യത്തെ അധ്വാനിക്കുന്ന ജനസംഖ്യ എന്നറിയപ്പെടുന്നത്. ജനസംഖ്യയിലെ ആശ്രിത വിഭാഗത്തെയും തൊഴിലെടുക്കുന്ന വിഭാഗത്തെയും താരതമ്യം ചെയ്യുന്ന മാനദണ്ഡത്തെ ആശ്രിത അനുപാതം എന്ന് പറയുന്നു. ആശ്രിത അനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശ്രിത വിഭാഗത്തെയും തൊഴിലെടുക്കുന്ന വിഭാഗത്തെയും താരതമ്യം ചെയ്യുന്ന മാനദണ്ഡത്തെയാണ് ആശ്രിത അനുപാതം എന്ന് പറയുന്നത്. ആശ്രിത അനുപാതം ഒരു രാജ്യത്തെ സാമ്പത്തിക ക്ഷമതയെ ഒരു പരിധി വരെ സ്വാധീനിക്കും. ആശ്രിത അനുപാതം മനസ്സിലാക്കുന്നതിലൂടെ സർക്കാരുകൾക്ക് ആരോഗ്യ സംവിധാനം, വിദ്യാഭ്യാസ മേഖല എന്നിവയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി വിലയിരുത്താനും അതോടൊപ്പം പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യാനും കഴിയുന്നു. ക്ഷേമവും കരുതലും ആവശ്യമുള്ളവരുടെ എണ്ണം മനസ്സിലാക്കാനും അവർക്ക് വേണ്ട പദ്ധതികൾ രൂപീകരിക്കാനും ആശ്രിത അനുപാതം സഹായിക്കുന്നു. അപ്പൊ ക്ഷേമവും കരുതലും ആവശ്യമുള്ളവരുടെ എണ്ണം മനസ്സിലാക്കാനും അവർക്ക് വേണ്ട പദ്ധതികൾ രൂപീകരിക്കാനും ഏത് അനുപാതം സഹായിക്കുന്നത്? ആശ്രിത അനുപാതമാണ് സഹായിക്കുന്നത്. ആശ്രിത അനുപാതം ഉയരുമ്പോൾ വയോജനതയുടെ എണ്ണവും വർദ്ധിക്കുന്നത് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. ആശ്രിത അനുപാതം ഉയരുമ്പോൾ വയോജനങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. അത് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. തൊഴിലെടുക്കാൻ പ്രാപ്തിയുള്ള ജനത, അതായത് 15 64 ഇടയിൽ പ്രായമുള്ളവരിൽ അധ്വാനിക്കുന്ന ജനത എന്നറിയപ്പെടുന്നത്. ഈ പ്രായഘടനയിലുള്ളവർ തൊഴിലിലേർപ്പെടാൻ കഴിയാത്ത വലിയ വിഭാഗത്തെ ഏറ്റെടുക്കേണ്ട ബാധ്യതയുണ്ടാകുന്നു. തൊഴിലെടുക്കാൻ പ്രാപ്തിയുള്ള ജനത തൊഴിലിലേർപ്പെടാൻ കഴിയാത്ത വലിയ വിഭാഗത്തെ ഏറ്റെടുക്കേണ്ട ബാധ്യതയുണ്ടാകുന്നു. ആശ്രിത അനുപാതം കുറയുന്നത് രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുന്നു. അപ്പൊ ആശ്രിത അനുപാതം കുറഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി ഉയരും. സജീവ പ്രായത്തിലുള്ളവര് തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാകുന്നു. ഇതിനെ ജനസംഖ്യാ ലാഭവിഹിതം അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം എന്ന് പറയുന്നു. അപ്പൊ ജനസംഖ്യാ ലാഭവിഹിതം അഥവാ ജനസംഖ്യാപരമായ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സജീവ പ്രായത്തിലുള്ളവരിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാകുന്നു. ഇതിനെയാണ് ജനസംഖ്യാ ലാഭവിഹിതം അഥവാ ജനസംഖ്യാപരമായ നേട്ടം എന്ന് പറയുന്നത്. ജോലിയെടുക്കുന്നവർ ക്രമേണ ജോലിയെടുക്കാൻ പ്രാപ്തിയല്ലാത്തവരായി മാറുന്നതിനാൽ ഇത് സ്ഥായിയായി നിലനിൽക്കുന്നില്ല. അതായത് 15 64 ഇടയിൽ പ്രായമുള്ളവര് തൊഴിലെടുക്കുന്നു, അതൊക്കെ ജോലിയിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരു വലിയ വിഭാഗം, അവർ പക്ഷേ ആശ്രിത വിഭാഗത്തിലുള്ളവരെയും കൂടെ ഏറ്റെടുക്കേണ്ടതായും വരുന്നു. പക്ഷെ ആശ്രിതാനുപാതം കുറയുന്നത് രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ആശ്രിതാനുപാതം കൂടിക്കഴിഞ്ഞാൽ എന്താണ്? സാമ്പത്തിക പുരോഗതി, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി കുറയുകയാണ് ചെയ്യുന്നത്. ജനസംഖ്യാ ലാഭവിഹിതം അതോ ജനസംഖ്യാപരമായ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ളവർ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാകുന്നു. അതിനെയാണ് ജനസംഖ്യാ ലാഭവിഹിതം അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം എന്ന് പറയുന്നത്. ജനസംഖ്യാ ലാഭവിഹിതത്തിന്റെ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്നു, രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു, രാജ്യത്തിന് ഉയർന്ന മനുഷ്യ വിഭവശേഷി ലഭിക്കുന്നു.
ജനസംഖ്യാ ലാഭവിഹിതത്തിന്റെ നേട്ടങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്നു, രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു, രാജ്യത്തിന് ഉയർന്ന മനുഷ്യ വിഭവശേഷി ലഭിക്കുന്നു. ഇത് ചോദിക്കാം, കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ജനസംഖ്യാ ലാഭവിഹിതത്തിന്റെ നേട്ടങ്ങളാണ് രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്നു, രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു, രാജ്യത്തിന് ഉയർന്ന മനുഷ്യ വിഭവശേഷി ലഭിക്കുന്നു. ജനസംഖ്യാ ലാഭവിഹിതത്തിന്റെ മുഴുവൻ നേട്ടങ്ങളും ലഭിക്കുന്നതിനായി യുവജനങ്ങൾക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ആവശ്യമാണ്. ഇതിനായി ധാരാളം സംരംഭങ്ങൾ നിലവിലുണ്ട്. ഇതിനായി കേരളത്തിൽ ഉള്ളതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. കേരളത്തിലെ സംരംഭകത്വ വികസനത്തിനും പ്രവർത്തനങ്ങൾക്കുമുള്ള സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ലക്ഷ്യം എന്താണ്? കേരളത്തിലെ സംരംഭകത്വ വികസനത്തിനും പ്രവർത്തനങ്ങൾക്കുമുള്ള സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സാങ്കേതിക വിദ്യാധിഷ്ഠിത വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് 2006 തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2006 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. സാങ്കേതിക വിദ്യാധിഷ്ഠിത വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചതാണിത്. സാങ്കേതിക വിദ്യാധിഷ്ഠിത വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് 2006 ഇത് പ്രവർത്തനം ആരംഭിച്ചു. ആസ്ഥാനം തിരുവനന്തപുരമാണ്. എന്തിനു വേണ്ടിയാണുള്ളതാണ്? കേരളത്തിലെ സംരംഭകത്വ വികസനത്തിനും പ്രവർത്തനങ്ങൾക്കുമുള്ള സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഇമ്പോർട്ടന്റ് ആണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. താഴെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനസംഖ്യ യുവത്വമുള്ളതാണ്. അതായത് ഇവിടെ ഭൂരിപക്ഷവും യുവജനതകളാണ്. രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് മനുഷ്യവിഭവശേഷിയുടെ പങ്ക് നിർണായകമാണ്. ഇവിടെ ജനസംഖ്യാ പ്രവണതകളായ ജനന മരണ നിരക്കുകൾ, കുടിയേറ്റം, പ്രായഘടന, സ്ത്രീ പുരുഷാനുപാത, ആശ്രിതാനുപാത, ആയുർദൈർഘ്യം തുടങ്ങിയവയാണ് ജനസംഖ്യാ ലാഭവിഹിതത്തിൽ യുവജനതയുടെ പ്രയോജനം ലഭ്യമാക്കുന്നതിനോടൊപ്പം ആശ്രിത വിഭാഗങ്ങളുടെ സംരക്ഷണവും പരിഗണിക്കേണ്ടതുണ്ട്. ജനസംഖ്യാ പ്രവണതകൾ ഏതൊക്കെയാണ്? ജനന മരണ നിരക്കുകൾ, കുടിയേറ്റം, പ്രായഘടന, സ്ത്രീ പുരുഷ അനുപാത, ആശ്രിതാനുപാത, ആയുർദൈർഘ്യം തുടങ്ങിയവയാണ്. ജനസംഖ്യാ ലാഭവിഹിതത്തിൽ യുവജനതയുടെ പ്രയോജനം ലഭ്യമാക്കുന്നതിനോടൊപ്പം ആശ്രിത വിഭാഗങ്ങളുടെ സംരക്ഷണവും പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ അതായത് ജനസംഖ്യാ ലാഭവിഹിതത്തിൽ നമ്മൾ യുവജനങ്ങളുടെ പ്രയോജനം ലഭ്യമാക്കുന്നതിനോടൊപ്പം തന്നെ ആശ്രിത വിഭാഗത്തിന്റെ സംരക്ഷണവും പരിഗണിക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേശീയ ജനസംഖ്യാ നയത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തന്നെ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനായുള്ള ആലോചനകൾ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ആരംഭിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബാസൂത്രണ പദ്ധതി മുന്നോട്ട് വെച്ച ആദ്യ വികസന രാജ്യമായി ഇന്ത്യ മാറുകയുണ്ടായി. 1976 ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ജനസംഖ്യാ നയം നിലവിൽ വന്നത്. അതിനുശേഷം ഡോക്ടർ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ദീർഘകാല നേട്ടങ്ങളെ അടിസ്ഥാനമാക്കി പുതിയ ദേശീയ ജനസംഖ്യാ നയത്തിന്റെ കരട് രൂപീകരിക്കപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ 2000 നിലവിലെ ദേശീയ ജനസംഖ്യാ നയം പ്രാബല്യത്തിൽ വന്നു. 2045 സുസ്ഥിര സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ ബലപ്പെടുത്തുന്ന രീതിയിൽ ജനസംഖ്യ ക്രമീകരിക്കപ്പെടണം എന്നതാണ് ദേശീയ ജനസംഖ്യാ നയം 2000 ദീർഘകാല ലക്ഷ്യം. അപ്പൊ ഈ ദേശീയ ജനസംഖ്യയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ജനസംഖ്യാ നയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനുള്ള ആലോചനകൾ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ആരംഭിച്ചിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബാസൂത്രണ പദ്ധതികളൊക്കെ മുന്നോട്ട് വെച്ച് നമ്മുടെ ആദ്യ വികസന രാജ്യമായി ഇന്ത്യ മാറുകയുണ്ടായി. പക്ഷേ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ജനസംഖ്യാ നയം നിലവിൽ വന്നത് എന്നാണ്? 1976 ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ജനസംഖ്യാ നയം നിലവിൽ വന്നത്. അതിനുശേഷം ഡോക്ടർ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ദീർഘകാല നേട്ടങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ട് പുതിയ ദേശീയ ജനസംഖ്യാ നയത്തിന്റെ ഒരു കരട് രൂപീകരിക്കപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ ദേശീയ ജനസംഖ്യാ നയം പ്രാബല്യത്തിൽ വന്നതെന്ന 2000 അതായത് ഡോക്ടർ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ പുതിയ ദേശീയ ജനസംഖ്യാ നയത്തിന്റെ കരട് രൂപീകരിക്കപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ ദേശീയ ജനസംഖ്യാ നയം പ്രാബല്യത്തിൽ വന്നത് 2000 2045 സുസ്ഥിര സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ ബലപ്പെടുത്തുന്ന രീതിയിൽ ജനസംഖ്യ ക്രമീകരിക്കപ്പെടണം എന്നതാണ് ദേശീയ ജനസംഖ്യാ നയം 2000 ദീർഘകാല ലക്ഷ്യം. അപ്പൊ ദേശീയ ജനസംഖ്യാ നയം 2000 ദീർഘകാല ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2045 സുസ്ഥിര സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ ബലപ്പെടുത്തുന്ന രീതിയിൽ ജനസംഖ്യ ക്രമീകരിക്കപ്പെടണം എന്നതാണ് ദേശീയ ജനസംഖ്യാ നയം 2000 ദീർഘകാല ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് വായിച്ചു നോക്കണം. 1976 ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ജനസംഖ്യാ നയം നിലവിൽ വന്നത്. അതിനുശേഷം ഡോക്ടർ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ഒരു കരട് രൂപീകരിക്കപ്പെട്ടു ജനസംഖ്യാ നയവുമായി ബന്ധപ്പെട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 2000 ദേശീയ ജനസംഖ്യാ നയം പ്രാബല്യത്തിൽ വന്നത്. ദേശീയ ജനസംഖ്യ നയം 2000 ദീർഘകാല ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2045 സുസ്ഥിര സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ ബലപ്പെടുത്തുന്ന രീതിയിൽ ജനസംഖ്യ ക്രമീകരിക്കപ്പെടണം എന്നതാണ് ദേശീയ ജനസംഖ്യാ നയം 2000 ദീർഘകാല ലക്ഷ്യം എന്ന് പറഞ്ഞത്.
അവിടെ വന്നാൽ ഓരോ വ്യക്തിയുടെയും പൂർണ്ണമായ അറിവുകളും കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരവും സാമൂഹികവും സാമ്പത്തികവുമായ ക്ഷേമം കൈവരിക്കാൻ രാജ്യത്തിന്റെ മനുഷ്യ വിഭവശേഷിക്ക് സാധിക്കും. ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയും ലഭ്യമായ വിഭവങ്ങളും പാരിസ്ഥിതിക ശേഷിയും ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരും തലമുറകൾക്ക് കൂടി ഉപയുക്തമാകുന്ന രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ സുസ്ഥിര വികസനം കൈവരിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതായത് സുസ്ഥിര വികസനത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുസ്ഥിര വികസനം കൈവരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരും തലമുറകൾക്ക് കൂടി ഉപയുക്തമാകുന്ന രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ സുസ്ഥിര വികസനം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയും ലഭ്യമായ വിഭവങ്ങളും പാരിസ്ഥിതിക ശേഷിയും ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരും തലമുറകൾ കൂടി ഉപയുക്തമാകുന്ന രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ സുസ്ഥിര വികസനം സാധ്യമാകുകയുള്ളൂ. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ചാപ്റ്റർ പഠിക്കാനെന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിലെ ജനസംഖ്യ വളർച്ചയെ കുറിച്ച് ഒരു സെമിനാർ ഇതാ പറഞ്ഞത്. കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല, കുറവുള്ള ജില്ല ഏതാണെന്നും ജനസാന്ദ്രത കൂടിയ കുറവുള്ള ജില്ല, കുടിയേറ്റം, ആഭ്യന്തര കുടിയേറ്റം, രാജ്യാന്തര കുടിയേറ്റം പഠിപ്പിച്ചതാണ് ഇവിടെ മുകളിൽ. ജനനനിരക്ക്, മരണനിരക്ക്, ആയുർദൈർഘ്യത്തെ പറ്റി പഠിപ്പിച്ചു. പ്രായഘടന, ജനസംഖ്യ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനസംഖ്യ ലാഭവിഹിതം ഇവിടെ പഠിപ്പിച്ചു. ഈ ചാപ്റ്ററിൽ എല്ലാ പോയിന്റും, ഒട്ടുമിക്ക എല്ലാ പോയിന്റുകളും, ജനസംഖ്യാ സംബന്ധമായ എല്ലാ പോയിന്റുകളും ഈ ചാപ്റ്ററിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററിന് സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 4 എടുത്ത് ചാപ്റ്റർ 5 ഇവിടെ എടുത്തിരിക്കുന്നത്. ചാപ്റ്റർ 5 PSC ചോദിക്കേണ്ട പോയിന്റ് എല്ലാം ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ 4 ഭരണഘടനയെ ബന്ധപ്പെട്ട് പാർട്ട് 1 പാർട്ട് 2 ചെയ്ത്. ചാപ്റ്റർ 5 ഇത് ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ, ജനസംഖ്യാ ശാസ്ത്രം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. UNFPA പറ്റി പറഞ്ഞു, അത് പഠിക്കണം. പിന്നെ 2011 ജനസംഖ്യ കണക്കെടുപ്പ് അനുസരിച്ച് ഓരോ കാര്യങ്ങളും പഠിക്കണം. ജനസംഖ്യ കണക്കിലെടുക്കുന്ന ആരാണ്, സെൻസസ് നടത്തുന്ന ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, അങ്ങനെ ഓരോന്നും ജനസംഖ്യ ശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജനസംഖ്യ ശാസ്ത്രത്തിലെ സൂചകങ്ങള്, കുടിയേറ്റം, കവിത എഴുതിയിരിക്കുന്ന വൈലോപ്പള്ളി ശ്രീധരമേനോൻ. കേരളത്തിലെ കുടിയേറ്റ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര കുടിയേറ്റം, രാജ്യാന്തര കുടിയേറ്റം, അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ജനനനിരക്കും മരണനിരക്കും, ശിശുമരണനിരക്ക്, മാതൃമരണനിരക്ക്, ഇതെല്ലാം പോയിന്റുകൾ പഠിക്കേണ്ടതാണ്. ജനസാന്ദ്രത എന്താണെന്ന് പഠിക്കണം, ചോദിച്ചിട്ടുണ്ട്. ജനസാന്ദ്രത കൂടുതൽ ഡൽഹിയിലെ, കുറവ് അരുണാചൽ പ്രദേശിലെ. ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ, അത് പഠിക്കണം. സ്ത്രീ പുരുഷാനുപാതവും ശിശുലിംഗാനുപാതവും പഠിക്കണം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷാനുപാതം, ശിശുലിംഗാനുപാതം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം. ആയുർദൈർഘ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കണം. ആയുർദൈർഘ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ആയുർദൈർഘ്യം, കേരളത്തിലെ ആയുർദൈർഘ്യം ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം. വയോജനങ്ങളുടെ സംസ്ഥാന വയോജന നയം രൂപീകരിച്ച് 2013 അവർക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ 14567, അത് പഠിക്കണം. ജനസംഖ്യ പ്രായഘടനയെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ജനസംഖ്യ പ്രായഘടന എന്താണെന്നും ഓരോ പ്രായത്തിലുള്ളവരെ എങ്ങനെ അറിയപ്പെടുന്നു, ഈ കുട്ടികൾ എന്നാണ്, യുവാക്കൾ എന്നാണ്, പ്രായമായവർ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജനസംഖ്യയുടെ പ്രായഭാഗം കൊടുത്തിരിക്കുന്നു. ആശ്രിതാനുപാതം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. ജനസംഖ്യ ലാഭവിഹിതം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ നേട്ടങ്ങൾ പറഞ്ഞിരിക്കുന്നു. സ്റ്റാർട്ടപ്പ് മിഷൻ എന്തിനു വേണ്ടിയുള്ളതാണ്, അത് എന്നാ തുടങ്ങിയത്, അതിന്റെ ആസ്ഥാനം എവിടെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ദേശീയ ജനസംഖ്യാ നയം പറഞ്ഞിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ പുതിയ SCERT ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ചോദിച്ച പരീക്ഷയ്ക്കെല്ലാം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനിയുള്ള PSC 10th പ്രിലിംസിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വായിക്കേണ്ട ചാപ്റ്ററാണിത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ടെക് ഏഞ്ചൽ മീഡിയ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. താങ്ക് യു.